ഇസ്ലാമാണോ നിസ്കാരം ഫർളാണ്. അതിന് മൂപ്പര് വേണ്ടി വന്ന് ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ. പണ്ട് പള്ളി കയറ്റാൻ പള്ളി കമ്മിറ്റിയോ നിങ്ങൾ പറഞ്ഞ ആളോ തീരുമാനിച്ചാൽ മതിയായിരുന്നു. പിന്നെ നിങ്ങൾ സമ്മതം മാറിയിരുന്നില്ലേ? പണ്ടുള്ള പള്ളിയൊക്കെ മൂപ്പരല്ല ഉണ്ടാക്കി. അല്ല ചരിത്രം അറിയാൻ പാടില്ലെങ്കിലേ ഉണ്ടായിരുന്നൂടെ. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചരിത്രമുള്ളല്ലോ. അങ്ങനല്ല, ഓർമ്മ ഉണ്ടാവൂന്ന് പറയാവൂ. ശരി, 1957 EMS മന്ത്രിസഭ പാസാക്കിയ ഓർഡിനൻസിന്റെ മേന്മയാ. നിങ്ങൾ പറഞ്ഞ പോലെ പള്ളിയും മദ്രസയും കയറ്റാൻ പറ്റണതും അതിന്റെ പേരിൽ ആളാവണതും ഒക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ മൂക്കിൽ വലിക്കുമായിരിക്കും. മൂക്കിലേക്കല്ല, കോഴിക്കോട്ടേക്ക് വലിക്കും. പള്ളി കമ്മിറ്റിക്ക് കാശുണ്ടെങ്കിലും പണ്ട് മലബാർ കലക്ടറുടെ ഓർഡിനൻസ് നേരിട്ട് വാങ്ങിയിട്ട് വേണ്ടിയിരുന്നു കല്ലിടൽ നടത്താൻ. ആ നിയമങ്ങൾ മാറിയപ്പോ പള്ളി കയറ്റണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഓഫീസിൽ കയറേണ്ട ചെലവൊക്കെ നമുക്ക് കുറഞ്ഞിട്ടി. എന്തൊക്കെ ആയാലും പുതിയ പള്ളിയും മദ്രസയും വരും. നമ്മൾ അതിന്റെ മൊയിലാറാവുകയും ചെയ്യും. നിങ്ങളെ ബാപ്പൂട്ടിനേക്കാളും വലിയ മാസ്. പച്ചയ്ക്ക് പറഞ്ഞാൽ പടച്ചോന്റെ കിതാബ് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുത്ത് സുവർഗത്തിൽ കൊണ്ടുപോകണ പണിയും. അറബി വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് നിലവാരമനുസരിച്ച് അറബി അധ്യാപക ജോലി 67 EMS മന്ത്രിസഭ കൊണ്ടുവന്നതാ. അപ്പോഴേക്കും പറഞ്ഞു അതും കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്നാണ്. എങ്ങനെ പറയാതിരിക്കും? ഭാഷാ സമരം എന്ന് പറഞ്ഞ് മുണ്ടുപൊക്കി പിടിച്ചവരാ നിങ്ങൾ. ഡിക്ലറേഷൻ തെളിയിക്കുക, ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ നിലവാരം, അക്കോമഡേഷൻ, സംരക്ഷണം, ഇതായിരുന്നല്ലോ അന്നത്തെ മന്ത്രിസഭ തന്നത്. എന്നിട്ടും ഭാഷാ സമരം എന്ന് പറഞ്ഞ് നടന്നത് നിങ്ങളാ. ഞങ്ങളെ സമുദായം വളർത്തിയോ നിങ്ങളാന്ന് പറയോ? സപ്തകക്ഷി ഭരണത്തിന്റെ നേട്ടമല്ലേ മലപ്പുറം ജില്ല? പൊന്നാനി KSRTC ഡിപ്പോ സഖാവ് എംപിച്ചു ബാബുവിന്റെ നേട്ടല്ലേ? ഉള്ളവനില്ലാത്തവന് കൊടുക്കുക എന്ന സക്കാത്തിന്റെ ശരിയായ രൂപല്ലേ ഭൂപരിഷ്കരണ നിയമം? ഒക്കെ സമ്മതിച്ചു. നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ കമ്മ്യൂണിസ്റ്റിന്റെ നേട്ടാ. പക്ഷെങ്കിലേ ഇവിടുത്തെ പാവങ്ങൾ ഇന്നും പട്ടിണിയെന്ന് മരിക്കുക. തമ്മ് തല്ലി ചാകാനല്ലാതെ നമ്മളെ പോലത്തെ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടോ? കൊടിയും കെട്ടി സമരവും നടത്തി ഉള്ള കമ്പനി പൂട്ടിക്കാന്നല്ലാതെ. എല്ലാ കൊടികളും കൂട്ടിക്കെട്ടുമ്പോഴാണ് ഇവിടെ കമ്പനികൾ പൂട്ടണത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ഇവിടെ ഒരു കമ്പനിയും പൂട്ടിച്ചിട്ടില്ല. പറ്റുകൂടാണ്ട് എഴുതിക്കോ. എന്നാലും എനിക്ക് ചായ പൈസ കടക്കടക്ക് എന്നോട് ചോദിക്കാൻ പറ്റുള്ളൂ. അല്ല ആ കാറ് തുടച്ച് നിന്റെ ചങ്കും പറച്ചോണ്ട് അവൻ ഇവിടുന്ന് പോയത്. ഉപ്പ, ലൈലാനെയും പ്രതാപത്തിന്റെ കാഴ്ചപ്പാടായി തുടച്ചു വെക്കാന്നില്ല നിങ്ങക്ക്? ഓളെ മനസ്സെന്തേലും കണ്ടിട്ട് നിങ്ങള്? നന്നായിട്ടുണ്ട്. ഇത് ചോദിക്കാനാ ഗൾഫിൽ നീ പാഞ്ഞു പിടിച്ചു വന്നത്? ഓള് ഇവിടുന്ന് ഇറങ്ങുമ്പോ ചോദിച്ചതാ മനസ്സ് കണ്ടിക്കണോന്ന്. ഈ കുടുംബത്തിന്റെ മാൻ ഓളെ ഓർത്തിക്കണോ? മൊഴി ചൊല്ലിയോ പിന്നെയും കെട്ടിയ നിന്റെ പേരും ഓളെ മാനും കൂടല്ലേ ഉള്ളൂ നാട്ടില്. എന്നിട്ടിപ്പോ ഉപ്പാക്കെന്ത് മാനം മാത്രമായിരുന്നു വലുത്. ആ ജസീലിന്റെ വൃത്തികെട്ട മനസ്സ് കാണാതെ ലൈലയെ വീണ്ടും അവനെ കൊണ്ട് കെട്ടിക്കാണല്ലേ വേറെന്ത് ന്യായം പറയാനുള്ളത്? അതേതാ, എനിക്ക് മാനായിരുന്നു വലുത്. ഒരു പീറ പെണ്ണിന്റെ മനസ്സുഖത്തിന് വേണ്ടി കളയാനുള്ളതല്ല എന്റെ മാനവും മുതലും. നിങ്ങൾക്കെന്നും മനസ്സാക്ഷിയില്ലാത്ത മനുഷ്യരാണ് വേണ്ടത്. അത് മക്കളോ ഭാര്യയോ ആരായിരുന്നാലും അടിമകളായിരുന്നു നിങ്ങൾക്ക്. ഇക്കണ്ട സമ്പത്തുണ്ടാകുന്നതിന് മുമ്പും കണ്ടിട്ടുണ്ട് ഞങ്ങളെ മുഖം. അന്ന് ആർത്തിയായിരുന്നെങ്കിൽ ഇപ്പത് നിലനിർത്താനുള്ള വെറിയാണ് വെറി. ഇന്ത്യ വേറിണ്ടാക്കിയ സ്വത്തിന് നിങ്ങൾ ആരും ഇവിടെ നിൽക്കണ്ടെന്ന്. ഇന്നെ ചോദ്യം ചെയ്യുന്നവർക്ക് കുടുംബത്തിന് പുറത്താ സ്ഥാനം. മക്കളേക്ക് അങ്ങക്ക് വലുത് അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. പക്ഷെ നിങ്ങൾ ഒന്നും ഓർക്കണം, ഇതെല്ലാം കണ്ടോണ്ട് മുകളിൽ പഠിച്ചൊന്നൊരാളുണ്ട്. പെങ്ങള് ചാടിപ്പോയപ്പോ പഴയ ബന്ധുവും തിരക്കി ഇറങ്ങിയതായിരിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ പെങ്ങളെ തനിനിറം? ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്.
ആണുങ്ങളെ മയക്ക ഓള് പണ്ടേ മിടിക്കുകയാണല്ലോ. മര്യാദക്ക് വർത്താനം പറഞ്ഞു. നിന്നോട് എന്ത് മര്യാദയാ കാട്ടണ്ട്? മൊഴിയല്ലേ പെണ്ണിന് തിരിച്ചു കെട്ടുന്നു കരുതിയാ? എന്നിട്ട് ഓള് പോയില്ലേ? നിന്റെ തോന്നിയാസത്തിന് എന്റെ പെങ്ങളെ കിട്ടാത്തതിന് അവളെ മൊഴിയൊല്ലിയ നിനക്കാണോ മര്യാദ? തൽക്കാലം ഇതിരിക്കട്ടെ, ബാക്കി പിന്നെ. എന്തോടെ കാണിക്കണേ? ഇപ്പോഴും പൊട്ടിത്തെറിക്കുന്ന പഴയ ബാപ്പുട്ടി തന്നെ. നിനക്കൊരു മാറ്റമില്ല. നീയായിരുന്നു ഇപ്പം തന്നെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു. നീ സഖാവിന്റെ കയ്യിൽ നിന്ന് കോളേജിൽ നിന്ന് വാങ്ങിയ തല്ലിന് നോവ് ഇതാ ഇപ്പോഴുണ്ട്. പറ, നീ എന്താ എനിക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന്? ഗൾഫിൽ പോയിട്ടും എനിക്ക് നൽകാൻ കഴിയാത്ത സമ്മാനമാ നീ എന്റെ ലൈലക്ക് നൽകിയത്. ഞാൻ കൊടുത്തുന്നു. അസൈനാരും ലൈലയും തെരഞ്ഞെടുത്തു. ഞങ്ങളെല്ലാരും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അത്രേ ഉള്ളൂ. നിന്റെ ഈ നിസ്സാരതയ്ക്ക് തന്നെ ഒരുപാട് ആത്മാർത്ഥതയുണ്ട്. അല്ലെങ്കിൽ അസൈനാരെ രാഘവന് പകരം നീ മാർക്കറ്റിൽ പോട്ടറാക്കില്ലായിരുന്നല്ലോ. രാഘവന് വയ്യാതായി. ആ ശരീരത്തിൽ ഇനി അസുഖങ്ങൾക്കിരിക്കാൻ സ്ഥലമില്ലാതായി. നിന്റെ ഈ മനസ്സിൽ നന്മയുണ്ടല്ലോ, അതാണ് ലോകത്ത് ആർക്കും കാണാൻ പറ്റാത്തത്. അതൊക്കെ പോട്ടെ, നീ ലൈലാനെ കണ്ടോ? കണ്ടു. അവളുടെ പ്രതീക്ഷകളും അനുഭവിച്ചറിഞ്ഞു. നീ ആ കുടുംബത്തിന് മാർഗനക്ഷത്രമാണ്. അയ്യോ, നീ എന്നെ ആൾദൈവമാക്കല്ലേ. മനുഷ്യന് മനുഷ്യരല്ലേ സഹായിക്കാനും ഉപദേശിക്കാനും പറ്റൂ. അത്രേ ഞാനും ചെയ്തുള്ളൂ. നിന്റെ ഫിലോസഫി ഒന്നും എനിക്ക് ദഹിക്കില്ല. ഞാനിപ്പോഴും ലൈഫിലൊരു ആവറേജാ. അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു പോകും. കൂടെ റസിയയും മക്കളെയും കൊണ്ടുപോകണം. ഇനിയും അത് താമസിച്ചാ ബാപ്പയും ഞാൻ തമ്മിലുള്ള ബന്ധം വഷളാവും. അകന്ന് നിൽക്കുമ്പോഴാണല്ലോ അടുപ്പം കൂടുക. ശരി, പോട്ടെ. ബാപ്പുട്ടിയെ, ഈ വരുന്ന ഇലക്ഷനിൽ ജില്ലയിൽ പാർട്ടിക്ക് വ്യക്തമായ ഒരു ചിത്രം ഉണ്ടായി കൊടുക്കണം. അതിനുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളത് മാഷെ. പ്രസ്ഥാനത്തിന്റെ ചിന്തയോട് യോജിക്കുന്ന നിലപാടെടുക്കാൻ ജനങ്ങൾ തയ്യാറാണ്. അതെ. എന്നാ ഇനിയെല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ, ലാൽസലാം. ലാൽസലാം. പ്രകാശ, നിന്റെ ഏട്ടന്റെ ജീവൻ തകർത്തപ്പം അന്നേ ഞാൻ കരുതി വെച്ച ഭയങ്കര അവസരം. ഒരു ഹരിജൻ പെണ്ണ് നിന്റെ ഏട്ടന്റെ ഭാര്യയായത് നീ പൊറത്തിട്ടുണ്ടാവും. നമ്മുടെ കൂടെ ഉണ്ടു ഉറങ്ങിയിടുന്ന ദേവനെ അവൻ മാറ്റിയെടുത്ത് നിനക്ക് മറക്കാൻ പറ്റുമോ? നിനക്കാവില്ലെങ്കിൽ ഞാൻ ചെയ്യും. ഞാനൊരു ഹിന്ദുസ്ഥാനിയാണ്. ഒരു ഹിന്ദുവിന്റെ രക്തമാണ് എന്റെ സിരകളിലൂടെ ഓടുന്നത്. അത് ഞാൻ ചെയ്യും. ആ ചോര വീഴ്ത്തി ഈ മണ്ണിന്റെ ദാഹം ഞാൻ തീർക്കും. എന്താ പ്രകാശ ഈ നേരത്ത്? സഖാവ് എഴുന്നാ? ഞാനൊന്ന് മഞ്ചേരി വരെ പോയിരുന്നു. ബസ് കിട്ടിയില്ല, അതാ വൈകിയത്. അവിടെ എന്തോ ഒരു ശബ്ദം. എന്താ പ്രകാശ് ആടെ പണി? നാളെ ഇവിടെ ആരെങ്കിലും താലയില്ലാതെ കിടക്കുന്ന കാണാം.